നാടിന്റെ ആകെ നോവായി മാറിയ അർജുൻ അവസാനമായി നാട്ടിലേക്ക് തിരിച്ചു. ഷിരൂരിൽ നിന്ന് മൃതദേഹവുമായി അല്പം മുൻപാണ് ആംബുലൻസ് പുറപ്പെട്ടത്. DNA പരിശോധനാ ഫലം പോസിറ്റീവായതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KB ശ്രീധരനും അർജുൻ്റെ വീട്ടിൽ നിന്ന് രാഹുൽ KB നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധര, ആരൊക്കെ ചേർന്നാണ് അവസാനമായി അർജുനെ ഏറ്റുവാങ്ങിയത്? എല്ലാവരും ഈ തെരച്ചിലിനോടനുബന്ധിച്ച് അവിടെ തങ്ങിയിരുന്ന എല്ലാവരും ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ദിവിഷ്, 74 ദിനരാത്രങ്ങൾക്ക് ശേഷമുള്ള ഈ സായം സന്ധ്യയിൽ അർജുൻ ഇപ്പോൾ തൻ്റെ അവസാന യാത്രയ്ക്ക് മടക്കയാത്ര അത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കാർവാറിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ ഈ അപകടം നടന്ന ഷിരൂരിലേക്ക് എത്തിച്ചേരും. ഏതായാലും ഇവിടെ അല്പനേരം നിർത്തിയ ശേഷമായിരിക്കും വീട്ടിലേക്കുള്ള യാത്ര വീണ്ടും ആരംഭിക്കുക. ഏതായാലും അല്പസമയം മുൻപ് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് ഈ വാഹനം പുറപ്പെട്ടത്. രാവിലെ 8 മണിയോടുകൂടി കണ്ണാടിക്കലിൻ്റെ വീട്ടിലെത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാർവാർ MLA, അതായത് ഈ തിരച്ചിലിന് ഏറ്റവും കൂടുതൽ ഏകോപനം നടത്തി വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടേക്ക് എത്തിച്ച കാർവാർ MLA സതീഷ് കൃഷ്ണസേയിൽ ഈ ഇത് അനുഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടക പോലീസിൻ്റെ ഒരു സംഘവും കോഴിക്കോട്ടേക്ക് ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ കർണാടക സർക്കാരിൻ്റെ ഒരു ധനസഹായമായ 5 ലക്ഷം രൂപയും ഈ അർജുൻ്റെ അമ്മയ്ക്ക് കൈമാറും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വികാര നിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പ് തന്നെയാണ് മറുനാടാണെങ്കിൽ പോലും അർജുന് നൽകുന്നത്. ഒരു മനുഷ്യന് വേണ്ടി ഈ നാട്ടിലെ പേരറിയാത്ത ഒരുപാട് ജനങ്ങൾ അർജുന് വേണ്ടി ഇവിടെ പലപ്പോഴായി പല ഘട്ടത്തിലായി തിരച്ചിലിന് എത്തിയിരുന്നു. ആദ്യഘട്ടത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പിന്നീട് 100% ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് കന്നഡ മക്കളുടെ ഭാഗത്ത് നിന്ന് അർജുനെ കണ്ടെത്തുന്നതിന് ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ ഈ ഡ്രഡ്ജർ വരെ കൊണ്ടുവരുന്നതിന് എത്തിയ ആ ഒരു നിമിഷം വരെ വലിയ തോതിലുള്ള ഒരു പരിശ്രമം, കൂട്ടായിട്ടുള്ള പരിശ്രമം, ഒരു കൂട്ടം മനുഷ്യരുടെ ചേർത്തു പിടിക്കൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇതിനൊടുവിലാണ് അർജുൻ ഇപ്പോൾ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഷിരൂരിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേരും. നിലവിൽ അങ്കോല പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ കേവലം 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസ് ഇവിടെ എത്തും. ഇവിടെ അല്പനേരം നിർത്തും. അതിനുശേഷമാണ് നാട്ടിലേക്ക് പുറപ്പെടുക. മംഗലാപുരം, അതുപോലെ തന്നെ കാസർഗോഡ് വഴി കണ്ണൂർ വഴിയാണ് കോഴിക്കോട്ടേക്ക് എത്തുക. അവിടെ ലോറി അസോസിയേഷൻ്റെയൊക്കെ അവരൊക്കെ ഈ പ്രദേശത്തെ അനുഗമിച്ചുകൊണ്ട് വിലാപയാത്രയായിട്ടായിരിക്കും വീട്ടിലേക്കൊക്കെ എത്തുക. ഏതായാലും ആംബുലൻസ് അവസാനമായി അർജുൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. അനുജൻ അഭിജിത്തും അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് ജിതിനും ഈ ആംബുലൻസിനുള്ളിൽ ഉണ്ട്. അതുപോലെ തന്നെ ലോറി ഉടമയായിട്ടുള്ള മനാഫിൻ്റെ അനിയൻ മുബീനും ഈ സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഈ അർജുന് വേണ്ടി ഇവിടെ എത്തിയ ഒരുപാട് ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടകയുടെ ഒരാദരം ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ KB കോഴിക്കോട്